Watch full episodes on Jio Hotstar. ചേട്ടാ ഇതിപ്പോ പ്രശ്നമായല്ലോ. അതിപ്പോ അതിന്റെ മുട്ടയാണെന്ന് കരുതിയോ? ഈ കവചം തകർന്നു പോകും. ശ്രമിച്ചോണ്ടിരിക്ക. ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഞങ്ങൾ അതിന്റെ കുട്ടികളൊന്നും അല്ലേ. ഇത് നമ്മളെ വളർത്തി വലുതാക്കി ഇവിടുന്ന് പറഞ്ഞയക്കത്തേ ഉള്ളൂ എനിക്ക് തോന്നുന്നതാ. അയ്യോ ഗൈസ് റെഡി ആയിക്കോളൂ. അവിടുന്ന് പ്രകാശം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അവിടേക്ക് പോണം. ചാടിക്കോ. ആദ്യത്തെ പേഴ്സൺ നമ്മൾ ക്രോസ് ചെയ്തപ്പോ നമുക്ക് ക്രിസ്റ്റൽ കിട്ടി. അത് കാരണം അമ്മ പഴയതുപോലെ മാറി. എല്ലാരും അലർട്ട് ആയിട്ടിരിക്കെ. ഒരു പക്ഷെ ഇവിടുന്ന് നമുക്ക് ക്രിസ്റ്റൽ എന്തെങ്കിലും കിട്ടാം. അത് കാരണം അച്ഛൻ നോർമലായി മാറിയാലോ. നമ്മൾ ഇത്ര വലിയ സ്ഥലത്ത് എങ്ങനെയാ ചെറിയ ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്നത്? ഹലോ രുദ്ര. സോൾവ് ആയി കഴിഞ്ഞു. പക്ഷെ ക്രിസ്റ്റൽ എവിടെയാണ്? എന്റെ അച്ഛൻ എവിടെയാണ്? നീ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? ഗെയിം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കിങ് ലൂസിഫർ, എർത്തിന്റെ സൗത്തിൽ എല്ലാ ഭാഗത്തും വേൾക്കാര വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എല്ലാരും
ഓ ഓ ഭൂമിയിൽ ജീവിക്കുന്നവർ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? അവരെ വിട്ടേക്ക്. അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ഞങ്ങൾക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. 4 വശത്തും ലാർവ നിറങ്ങില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വേഗാവട്ടെ, നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ലൂസിയാന, അടുത്ത പസിൽ കൊടുക്കൂ. എങ്കിൽ കേൾക്ക്, എന്റെ ഈ കോട്ടയ്ക്കകത്ത് ആർക്കും വരാൻ പോകാം. ആര് കണ്ടാലും അത് അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന്റെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിപ്പായി അവരെ വിരട്ടി ഓടിക്കും. See you later. Bye bye. Crocosaurus! അത് കൊള്ളാം. ആ ബ്ലാക്ക് ക്രോക്കോസോറസിന്റെ കഥ കഴിഞ്ഞു. എന്റെ വയറ്റിനകത്തേക്ക് വരാൻ നിങ്ങൾക്ക് വളരെ ധൃതിയാണല്ലേ. എന്നാ ശരി, വാ വാ. വേണ്ട ലൂസിഫർ, ഇത് തീക്കളിയായി മാറും.
പെട്ടെന്ന് എന്റെ പവറിന് എന്താ പറ്റിയത്? ഇപ്പൊ നിന്റെ എല്ലാ പവറും എന്റേതായി കഴിഞ്ഞു രുദ്ര. നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്കാർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. മുത്തശ്ശൻ, ഞാൻ എവിടെ ചെന്നാലും അതെന്റെ സാമ്രാജ്യമാക്കി മാറ്റും. I am the one and only Queen Luciana. നിങ്ങൾ വെറുതെയാണ് നിങ്ങളുടെ പവർ വേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതകാലം മുഴുവനുള്ള ഒരു ശിക്ഷ നൽകാൻ പോവുകയാണ്. ഞങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ ഓരോരാളെയും ഞങ്ങൾ കൊന്നിരിക്കും. തൽക്കാലം നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ. ഷോന്റെ പേരാണ് ഭൂമിയുടെ കഷ്ടകാലം, ഞങ്ങൾക്ക് വസന്തകാലം. ഇന്റലിജൻസ്, എന്റെ സഹോദര, നീ ഇത് കണ്ടോ? നമ്മുടെ ശത്രുക്കളെ ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരാണ് നിന്റെ ശത്രുക്കൾ. ഇവർ കാരണമാണ് നിനക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളവരെ വിട്ടയക്കേ. അവരെ തിരിച്ചും അവരുടെ പാലസിലേക്ക് പോകാൻ അനുവദിക്കേ. നമ്മുടെ കൈവശം ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. പിന്നെ മറ്റുള്ളതിനെ കുറിച്ച് എന്തിനാണ് ആലോചിക്കണത്? എനിക്ക് ഇന്ന് വരെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. നീ താമസിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എന്റെ പാലസ് എന്നാണ്. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് ജയ്സിംഗും അവന്റെ കുടുംബത്തിനുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ യുവറേനിയുടെ എല്ലാ കാര്യങ്ങളും നീയാണോ യുവരാജന് പറയുന്നത്? അപ്പൊ അതിന്റെ ഉത്തരവാദി നീയാണല്ലേ? അതല്ല കാര്യം. ഞാനിതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. രുദ്രയ്ക്ക് എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഇവിടം വരെ എത്താൻ കഴിയുമെങ്കിൽ അപ്പൊ ഈ ഡൂമിൽ നിന്ന് പുറത്തു വരുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. എടാ ദ്രോഹി, നിന്റെ നിർദ്ദേശവും ഉപദേശവും ആരും ഇവിടെ ചോദിച്ചിട്ടില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇവരെ വിട്ടയക്കുന്ന പ്രശ്നമില്ല. രുദ്ര, നിന്റെ സിറ്റിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇനി നിനക്ക് അതിനെയും രക്ഷിക്കാനാവില്ല. നിനക്ക് സ്വയം രക്ഷപ്പെടാനും ആവില്ല. ലൂസിയാന, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളെ രക്ഷിക്കുക. വെരി സ്മാർട്ട് രുദ്ര. പക്ഷെ ഞങ്ങൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഞങ്ങൾക്ക് ഇവിടുന്ന് എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോകാം.
ആ. Ibaiska, Zibaiska. Boom, shake, shake, boom. ഞങ്ങൾ തുറന്നു വിട്. Ibaiska, Zibaiska, normalistico. Mutasha. ലൂസിയാന, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുകയുണ്ടായി, രുദ്രയും അവന്റെ ഫാമിലിയും വിട്ടയക്കെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. എനിക്കത് ഓർക്കുമ്പോ ദുഃഖമുണ്ട്. എനിക്ക് എന്റെ കിങ്ങിനും ക്യൂനിനും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സഹായോ? അതും നിന്നെ പോലെ ഒരു ദ്രോഹിന്റെ അടുത്തുനിന്ന്? ദ്രോഹത്തെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സുംബാദ, എന്നെ തേടി വന്ന് മുന്നറിയിപ്പ് ആ ജോക്കർ നീയായിരുന്നോ? പറയൂ സുംബാദ. കാരണം ഞാൻ ഇന്ന് വലിയൊരു തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ജയ്സിംഗ് സാറേ, ഞാനല്ല അന്ന് വന്ന ജോക്കർ. പക്ഷെ ഒരു കാര്യം, ഞാൻ ആ ജോക്കറിനെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എന്നാൽ പരിചയപ്പെടുത്ത്. ജോക്കർ പല വർഷങ്ങളായി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ലൂസിഫറിന്റെ ഓരോ പ്ലാനിനെ കുറിച്ചും എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. അതുകൊണ്ട് ലൂസിഫർക്ക് ഇന്ന് വരെ ഭൂമിയെ ആക്രമിക്കാനോ ഭരിക്കാനോ പറ്റിയിട്ടില്ല. ആരാണ് ആ ജോക്കർ? ദയവിത് അവനെ ഇങ്ങോട്ട് വിളിക്കേ. ജോക്കർ, പ്ലീസ് മുന്നോട്ട് വാ. ഇന്റലിജൻസോ? ഇന്റലിജൻസോ? ഇന്റലിജൻസ് നീയോ? അതെ, ഞാൻ തന്നെ. ഇന്റലിജൻസ് സുംബാദ ചെയ്ത കാര്യം പോട്ടെന്ന് വെക്കാം. പക്ഷെ നീ നിന്റെ ചേച്ചിയുടെ ആളിന്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ അഭിനയിച്ചത് എന്തിനായിരുന്നു? കാരണം നിന്റെ ഈ മോശങ്ങളായ ഒരു പ്ലാനിലൊന്നും ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര വലിയ എംപയർ ഉണ്ടായിട്ടും നിങ്ങൾ ഭൂമിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചെയ്തുകൂടായിരുന്നേ? മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കൂ. ഇന്റലിജൻസ്, നീ ഞങ്ങളുടെ ആളാണെന്ന് പറയാൻ ഒരു യോഗ്യതയും നിനക്കില്ല. നമ്മളുടെ ആളുകൾ തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുമ്പോ നമ്മളുടെ ആളുകൾ തന്നെയാണ് അവരെ മനസ്സിലാപ്പിക്കേണ്ടത്. ഇന്റലിജൻസ്, നീ സ്വന്തം ബന്ധുക്കൾ നോക്കാതെ ഞങ്ങളെ സഹായിച്ചു. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നീ ലാൻഡ് ഓഫ് നോവെയറിന്റെ ബെസ്റ്റ് കിങ് ആയിരിക്കും. ഇന്റലിജൻസ്, നിന്നെ ഞാൻ ഈ നോവെയർ ലാൻഡിന്റെ രാജ്യമായി വാഴിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനമായി നീ ഇവിടം ഭരിക്കണം. താങ്ക് യു ജയസിംഗ് ജി. രുദ്ര, ഞാൻ നിനക്കും നിന്റെ ടോട്ടൽ ഫാമിലിയോടും പിന്നെ ലൂസിഫറും ലൂസിയാനന്റെ ഭാഗത്തുനിന്ന് ഞാൻ വലിയ സോറി പറയുന്നു. ഞാനിതാ നിങ്ങൾക്ക് വാക്ക് തരുവാണ്, ഇനി ഭൂമിക്ക് ഒരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ എല്ലാ വോൾക്കാനോസും എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ മുകളിൽ ഒരു പ്രശ്നവുമില്ല. സോൾജേഴ്സ്, ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യൂ. ഞാൻ തോറ്റു എന്ന് വിചാരിക്കേണ്ട രുദ്ര. ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്ന് നിങ്ങൾ എല്ലാവരും ഇല്ലാതാക്കുന്നതാണ്. താങ്ക് യു ഇന്റലിജൻസ്. നിങ്ങൾ സൈലന്റ് ഫ്രണ്ട് ആയിട്ട് ഇരുന്നിട്ട് എന്റെ അച്ഛനെയും അമ്മയെ എനിക്ക് കാണിച്ചു തന്നു. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛാ, ഈ വേൾഡിൽ നിന്ന് മുകളിലുള്ള റിയൽ വേൾഡിലേക്ക് പോവാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളൂ. രുദ്ര, എന്റെ മോനെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും സേഫ് ആയതിൽ. എന്നാൽ നിന്നെ പിരിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്ക് നിന്നെ നെഞ്ചോട് ചേർത്ത് തഴുകാൻ പറ്റിയിരുന്നെങ്കിൽ. യുവ്രേന, അത് സാധ്യമല്ല. അതുകൊണ്ട് അത് ഒന്നിനും ആഗ്രഹിക്കല്ലേ. അല്ല, ഇത്രയും സന്തോഷം നിറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് ദുഃഖിക്കുന്നത്? യുവരാജ് നിങ്ങൾക്ക് രുദ്രയെ ആലിംഗനം ചെയ്യും.
എന്റെ ഗവേഷണത്തിന് അത്രയ്ക്ക് പവർ ഉണ്ട്. ചില സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾക്കുള്ളിലുള്ള ലാവ് അടിച്ചൂടെ കുറച്ചു നേരത്തേക്ക് എന്റെ ഉള്ളിലേക്ക് പിടിച്ചെടുത്താൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും കൈ നീട്ടു. രുദ്ര രുദ്ര അമ്മേ, അച്ഛാ. എന്റെ മോനെ നീ ഇപ്പൊ മാറി നിന്നേ പറ്റൂ. മുത്തശ്ശന്റെ ബോഡിയിൽ നിന്ന് ഫ്ലെയിംസ് വരുന്നത് കണ്ടാ? ഇവർക്ക് എല്ലാവർക്കും ഭൂമിയുടെ അപ്പുറത്ത് പോവേണ്ടതാണ്. ആ രഹസ്യ വാതിൽ തുറക്കട്ടെ. ഇവർ നമ്മുടെ ആളുകളാണ്, മറ്റവരല്ല. അവർക്ക് ഒരു പ്രശ്നമില്ലാതെ സേഫായി അവിടെ എത്തിക്കണം. അമ്മേ, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കാതിരിക്കണം. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും മോനെ, നീ നിന്നെയും മുത്തശ്ശിനെയും നന്നായി നോക്കണം കേട്ടോ. ഓക്കെ അമ്മേ, ഓക്കെ അച്ഛാ. അങ്ങനെ ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷ. എത്രയും പെട്ടെന്ന് നമ്മള് പാലസിലേക്ക് പോയി കഴിഞ്ഞാലേ എന്റെ കൈകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലാവ കേക്ക് ഉണ്ടാക്കി തരാം. വേണ്ട, ലാവ കേക്കോ, അത് വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.